വീട്ടിലേക്ക് വളരെ അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ള ഗ്രീൻ സ്റ്റോറിലേക്ക് വന്നതാണ്. അപ്പോൾ കുറച്ച് അരിയും പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ കുറച്ച് അരി എടുക്കുകയാണ്. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള അരികളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള അരി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പ്രവീൺ കുറച്ച് പച്ചക്കറികളെല്ലാം വാരി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സാധനങ്ങൾ എടുത്തതിന് ശേഷം അതിൻ്റെ വാല്യൂ നമുക്ക് തന്നെ പ്രിൻ്റ് ചെയ്തിട്ട് ഒട്ടിക്കാം. ബില്ല് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റാണ്. നമുക്ക് എടുക്കേണ്ട സാധനങ്ങളുടെ എല്ലാം അതിൻ്റെ എമൗണ്ട് വാല്യൂ ഉണ്ടല്ലോ അത് നമുക്ക് പ്രിൻ്റ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ പൊടിച്ചത് പൊടിക്കാത്തത് ഒരു പ്രൊഡക്റ്റിൻ്റെ പല രൂപങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ മാത്രമല്ല, കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ബാത്തിങ് സോപ്പ്, പിന്നെ ഫേസ് വാഷ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് സ്പോൺസേർഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഞാൻ പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. അപ്പം ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ സ്റ്റോറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ പ്ലാസ്റ്റിക് യൂസ് ചെയ്യത്തില്ല. ഇവിടെ എല്ലാം പേപ്പറിനകത്തേ തന്ന് വിടത്തുള്ളൂ. നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടുവന്നാൽ അതിൽ തന്നു വിടും, ഇവരായിട്ട് തന്നു വിടത്തില്ല. പിന്നെ ഓയിൽ ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ് ബോട്ടിൽ കൊണ്ട് ചെന്നാൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലോ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ അതിനകത്ത് ഫില്ല് ചെയ്ത് തരും കേട്ടോ. ഇനി അതല്ലെങ്കിൽ അവിടെ ബോട്ടിൽസ് ഉണ്ട്, ഈ ബോട്ടിൽസിൽ നമുക്ക് സാധനം തന്നുവിടും, എക്സ്ട്രാ കുറച്ച് എമൗണ്ട് ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ബൈ.